മനുവേട്ടാ കുഞ്ഞുവേട്ടൻ മനുവേട്ടാ ഞാൻ എന്നെ മനസ്സിലായി മനുവേട്ടാ ബിജിയാ മനുവേട്ടാ എന്റെ അടുത്ത് ഇരിക്കണ ആ മുളക് ബജ്ജി എപ്പോ വന്നു? മുളക് ബജിയോ? മോളെ ബജ്ജി നീ എപ്പോ വന്നെന്നാ ചോദിച്ചേ? അമ്മവാ പിന്നെ എന്നെ കളിയാക്കാണ്ട് നിൽക്കാതെ ഈ മനുവേട്ടന് ഇത് എന്താ പറ്റിയേ? അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല മോളെ. അവിടെ ഇപ്പോഴും സ്ത്രീവിരുദ്ധം തന്നെയാണ്. അയ്യോ അപ്പൊ എങ്ങനെ എന്റെ കല്യാണം നടക്കും? വെറുതെ ആണോ അമ്മ എന്നെ വിളിച്ചു വരുത്തിയേ? മോളൊരു കാര്യം ചെയ്യ്, അവന് എങ്ങനെയെങ്കിലും ഒന്ന് ടൂൺ ചെയ്തെടുക്കാൻ നോക്കുക. അയ്യോ ടൂൺ ചെയ്യണം എങ്ങനെ അമ്മാവാ? ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഇന്ന് പറഞ്ഞോലും നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറണം, എന്നിട്ട് അവന് എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം. എന്റെ പൊന്നുമോള് പാട്ടൊക്കെ പാടണം. അച്ഛന്റെ മൊബൈൽ ഉണ്ടോ അച്ഛാ? മനുവേട്ടാ நான் ஆளான தாமர ரொம்ப நாளாக தூங்கல அம்மி மீதிச்சோம் நேக்கு எதுவும் இல்ல அந்த கவலை நோக்கு புரியவில்லை അയ്യോ അമ്മാവാ അയ്യോ അയ്യോ എന്റെ പല്ല് അയ്യോ മോളെ പല്ലടിച്ചോ വായിലിട്ടോ. ഒരു കാര്യം ചെയ്യ്, മോക്ക് അച്ഛൻ ഒരു വെപ്പോല് മേടിച്ചു തരാം കേട്ടോ. എപ്പോല്ലോ ആ ഇല്ലെങ്കിൽ അമ്മയുടെ പല്ലെങ്കിലും എടുത്ത് തരാം കേട്ടോ. അമ്മ വന്ന് കാര്യമായിട്ട് പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല. നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. എന്റെ പൊന്നു മോനെ, ഇനി ഇവനെ കാണിക്കാൻ ഒരു ഡോക്ടർ ഇല്ല. എന്നാ പിന്നെ നമുക്ക് മന്ത്രവാദിയെ വിളിക്കാം. എന്റെ പരിചയത്തിലും അല്ലാത്ത പരിചയത്തിലും ഒരുപാട് മന്ത്രവാദിയെ കാണിച്ചു. ഒരു പ്രതിവിധി ഇതിലില്ലെന്നാണ് മന്ത്രവാദി പറയുന്നത്.